കൂടി ഓക്കെ. നമസ്കരിക്കുമ്പോൾ എന്തുകൊണ്ട് മുജാഹിദിൻ്റെ പള്ളിയിലുള്ള ഇമാമുകൾ തലമറക്കുന്നില്ല? ഓക്കെ, ശരിയാണ്. അതൊരു വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. നമസ്കരിക്കുമ്പോൾ എന്തുകൊണ്ട് മുജാഹിദ് പള്ളിയിലെ ഇമാമുകൾ തലമറക്കുന്നില്ല? മുജാഹിദ് പള്ളിയിലെ ഇമാമുമാർ തലമറക്കുന്നവരുണ്ട്, മറക്കാത്തവരുണ്ട്. അതിൻ്റെ കാരണം, തലമറക്കുക എന്നത് നമസ്കാരത്തിൽ പ്രത്യേകമായ ഒരു സുന്നത്ത് അല്ല. നമസ്കാരത്തിലും പ്രത്യേകമായ സുന്നത്തല്ല, അല്ലാത്തപ്പോഴും പ്രത്യേകമായ സുന്നത്തല്ല. അതുകൊണ്ടാണ് മുജാഹിദ് പള്ളിയിലെ ഇമാമുമാർ തലമറക്കാത്തത്. തലമറച്ച് നമസ്കരിക്കുന്നവരുമുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു ഒരവസരത്തിൽ നമസ്കരിക്കുക. ജാബിർ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ മേൽമുണ്ട് അഥവാ തലമറക്കുന്ന റിദ എന്ന് പറയും. നമ്മളെ നാട്ടിൽ തട്ടം, ഓയിൽ എന്നൊക്കെ പറയും. അത് മിൽജയിൽ വെച്ചുകൊണ്ട്, ഒരു കൊക്കയിൽ തൂക്കിയിട്ടുകൊണ്ട്, ഹാങ്കറിൽ വെച്ചുകൊണ്ട് അദ്ദേഹം നമസ്കരിച്ചു. അപ്പോൾ ആ നമസ്കരിക്കുന്നത് കണ്ടപ്പോൾ ഇത് കണ്ട ആൾക്കാർ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ച്, നിങ്ങളെന്താ ഇങ്ങനെ നമസ്കരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, താങ്കളെപ്പോലെയുള്ള, നിങ്ങളല്ലേ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞ, താങ്കളെപ്പോലെയുള്ള വിഡ്ഢികൾ, വിവരമില്ലാത്തവർ എന്നാണ് പറഞ്ഞത്. അതായത് ഹദീസിൻ്റെ വേർഡ്സ് ഇങ്ങനെ തന്നെയാണ്. ആ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കിങ്ങനെ തന്നെയാണ്. അഹ്ബബ്തു അൻ യറാനിയൽ ജുഹാലു മിസ്ലുക്കും, നിങ്ങളെപ്പോലെയുള്ള വിഡ്ഢികളായ ആൾക്കാർ എന്നെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുപോലെ തലയിലിടാതെ നമസ്കരിക്കുന്നത് കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുകൂടിയുണ്ട്, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹക്കദ, ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുന്നതും ഞാൻ കണ്ടു. ബുഖാരിയിലുള്ള സ്വഹാബത്ത് പറഞ്ഞ ഹദീസാണിത്. അപ്പോൾ തലമറക്കുക എന്നത് പ്രത്യേകമായ ഒരു സുന്നത്തല്ല. ഇനി മറ്റൊരു പോയിന്റ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് വസ്ത്രം ഇല്ലാത്ത ആൾക്കാരായിരുന്നു. അതുകൊണ്ട് വസ്ത്രം ഇല്ലാത്തത് കൊണ്ട് അവർ ഉടുത്ത മുണ്ട് കഴുത്തിൽ കെട്ടിയിട്ട് നമസ്കരിച്ച സംഭവം ഹദീസിൽ കാണാൻ കഴിയും. പിന്നിലിരിക്കുന്ന വനിതകളോട്, പിന്നിൽ നിന്ന് നമസ്കരിക്കുന്ന വനിതകളോട് റസൂല് പറഞ്ഞ് അവർ നേരെ നിന്നതിൻ്റെ ശേഷം നിങ്ങൾ തല ഉയർത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അത്രയും വസ്ത്രമില്ലാത്ത ദാരിദ്ര്യമുള്ള ആൾക്കാരായിരുന്നു. പക്ഷേ അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, നിങ്ങൾ വസ്ത്രം ധരിക്കുന്നതോടുകൂടി മുട്ടിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിലുള്ള ഭാഗം മറക്കുന്നതോടുകൂടെ നിങ്ങളുടെ ചുമലും ഒന്ന് മറക്കണം എന്നാണ്. അവിടെയൊന്നും തല മറക്കാൻ റസൂല് പറഞ്ഞിട്ടില്ല. മാത്രമല്ല, തല മറക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, നമസ്കാരത്തിൽ അല്ലാത്തപ്പോഴൊക്കെ തല മറക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളെല്ലാം ഒന്നുകിൽ അത് ലഈഫാണ്, അല്ലെങ്കിൽ മർഫൂ ആണ് എന്നാണ്. ഒന്നുകിൽ അത് ലഈഫാണ്, അല്ലെങ്കിൽ അത് മൗലു ആണ് എന്ന് പറഞ്ഞാൽ നിർമ്മിച്ചുണ്ടാക്കപ്പെട്ടതാണ് എന്നാണ് ഹദീസ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായ രൂപത്തിൽ അങ്ങനെ ഹദീസ് വന്നിട്ടില്ല. റസൂല് എന്നാലോ ചില സമയത്ത് റസൂല് തലയിൽ കെട്ടിയിട്ടുണ്ട്, തലയിൽ തലപ്പാവ് വെച്ചിട്ടുണ്ട്. അതിനാരും എതിരുമല്ല. അങ്ങനെ വെച്ച് നമസ്കരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ തൊപ്പി വെക്കുന്നത് കൊണ്ടോ, ഞാൻ ഖുതുബയിലൊക്കെ തൊപ്പി വെക്കാറുണ്ട്, അങ്ങനെ വെക്കുന്നത് കൊണ്ടൊന്നും ആരും എതിരല്ല. പക്ഷേ അത് സുന്നത്താണെന്ന വാദം ശരിയല്ല.